സന്തോഷം. ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരുമിച്ച് നമ്മളൊരു വൈറൽ ഇന്റർവ്യൂ എടുത്തിരിക്കുകയാണ്. അതെ അതെ, ജഗദീഷ് ചേട്ടൻ നിങ്ങളൊക്കെ ട്രോളി ഒരു വൈറൽ ഇന്റർവ്യൂ എടുത്തിരിക്കുകയാണ്. അവിടെ കറങ്ങി നടക്കുന്നുണ്ട് ജഗദീഷ്. സൂക്ഷിച്ചോളെ കേട്ടോ. ഇങ്ങോട്ട് വരും, ചായ മേടിച്ചാലാണ് നമുക്ക് മേടിക്കണം എന്തെങ്കിലും. ഇന്ന് ഉറപ്പായിട്ട് ഇന്ന് പറയും ഇവിടെ ഫുഡ് കഴിച്ചോളാൻ പറയും. ഇല്ല, വൈകിട്ട് പറഞ്ഞാൽ വൈകിട്ട് പറഞ്ഞാൽ മതി. അപ്പം ഒരു വർഷം കഴിഞ്ഞ് എല്ലാവരും കാണുന്ന ഒരു സന്തോഷം അല്ലേ? അത് തീർച്ചയായും. പിന്നെ ഭയങ്കര സന്തോഷമല്ലേ, വർഷത്തിലൊരിക്കൽ എങ്ങനെ എല്ലാവരുമായിട്ടും കാണാൻ പറ്റുന്നുള്ളൂ. ഈ സിനിമ നമ്മൾ ഷൂട്ടിംഗ് നടക്കുമ്പോഴും ഇങ്ങനെ ഒരു എന്താ ആ ഒരു എൻജോയ്മെന്റ് ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ജഗദീഷേട്ടൻ നിങ്ങളുടെ കൂടെ നിൽക്കില്ലെന്ന് എന്തോ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞ്. അല്ല, അത് നമ്മളെ ഈ ഇത് കൂപ്പൺ ആയിരിക്കും കൊണ്ടുവന്നത്. വൈകിട്ടത്തെ ഭക്ഷണത്തിന്റെ കൂപ്പണാണ്. അതെ. അപ്പൊ ഇങ്ങനെ ഒരു കാണുന്ന ഒരു സന്തോഷം അല്ലേ? ഭയങ്കര സന്തോഷമാണ്. വർഷത്തിലൊരിക്കൽ നടക്കുന്നത്. എല്ലാവരും 100% പേരും വരില്ലെങ്കിലും ഭൂരിപക്ഷം അതിൽ കൂടുതൽ വരുന്നുണ്ട്. അങ്ങനെ കാണുന്ന ഒരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇന്നൊരു വേറെ പ്രത്യേകത ഉണ്ട്, അറിഞ്ഞോന്നറിയില്ല. ഇല്ല, അറിയില്ല. ജഗദീഷ് കുമാരേട്ടൻ വരുന്നുണ്ട്. ആണോ? അയ്യോ, ഏറ്റവും വലിയ കാര്യമാണ്. പുള്ളിയൊക്കെ എത്രയോ സജീവമായിട്ട് നിൽക്കേണ്ട ആയിരുന്നു. 15 വർഷത്തിന് ശേഷം വരുന്നതാണ്. അയ്യോ, അത് വലിയ സംഭവമാണ് തീർച്ചയായിട്ടും. അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്നും അല്ലെ അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ കൊണ്ടുവരും ശ്രമിച്ചവരുടെ ഒക്കെ അവരെയൊക്കെ അഭിനന്ദിച്ചാൽ പറ്റും. ഈ കമ്മിറ്റി അത്രയും ഒരു സംഭവം വലിയ കാര്യം വെച്ചിരിക്കുന്നത്, വലിയ കാര്യമാണ്. അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. വലിയ കാര്യം. നമ്മുടെ അംഗങ്ങളെ അതാണ്. അതെ, വലിയ കാര്യമാണ്. വലിയ കാര്യം വേണം. അദ്ദേഹം വീണ്ടും ഉഷാറായി വരട്ടെ. അപ്പോൾ ഒത്തിരി സന്തോഷം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. ഓക്കെ. അപ്പം നല്ല സന്തോഷമുള്ള കാര്യമാണ് പറയുന്നത്. കാരണം എന്താ, ജഗദീഷ് ചേട്ടൻ വരുന്നു എന്ന് പറയുമ്പോഴുള്ളവരുടെ മനസ്സിൽ അത് ഈ കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ കമ്മിറ്റിയുടെ ഒരു എഫേർട്ട് ആണ്. അപ്പം നമ്മുടെ പ്രിയങ്ക മേഡം വരുന്നുണ്ട്. നമ്മൾ ഈ തവണ സീരിയലിൻ്റെ അവിടെ വെച്ച് കണ്ടിട്ട് വന്ന് ഇപ്പോഴത്തെ അമ്മയിലും വന്നിരുന്നു. നമസ്കാരം. വീണ്ടും ഇവിടെ ഒരു വർഷം. അതെ, എത്ര പെട്ടെന്നല്ലേ ഒരു വർഷം പോകും. പെട്ടെന്ന് ഒരു വർഷം പോവുകയും ചെയ്യും. ഞങ്ങൾ ഈ ഒരു വർഷത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം എല്ലാവരെയും ഒന്ന് കാണാനും മനസ്സൊരു സുഖം, അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അത്. അമ്മയിലെ അംഗമാണെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഭാഗ്യം വേറെ എന്താ ഉള്ളത്, ഇല്ലേ? എല്ലാവരും കണ്ടോ? ഇല്ല, അങ്ങോട്ട് കയറി അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ചായിട്ട്. അപ്പോഴാണ് നമ്മുടെ ഏറ്റവും പ്രശസ്തനായ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മിടുക്കനായ നമ്മുടെ അലി എന്ന് പറയുന്ന ആളെ കണ്ടെത്തിയത്. അപ്പോൾ രണ്ടു പേർക്ക് സംസാരിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ അടിച്ചു പൊളിച്ച് കയറി പോവാ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. എന്നും വേണം. നമ്മളെ അമ്മയൊന്നും ആർക്കും പൊളിക്കാൻ പറ്റൂല. ഞങ്ങളൊക്കെ ശക്തമായിട്ട് തന്നെ പുറകെ ഉണ്ടാവും. ഇനി റോട്ടിൽ കിടന്ന് സമരം ചെയ്യണം, അതിന് ഞങ്ങൾ തയ്യാറാണ്. പിന്നല്ലാണ്ട് അമ്മയല്ലാതെ പിന്നെ ആരെയും നമ്മൾ സ്നേഹിക്കേണ്ടത്? അമ്മയ്ക്ക് വേണ്ടി നമ്മൾ റോഡിലല്ല രക്തം വരെ വരാനും നമ്മൾ തയ്യാറാണ്. നമ്മൾ അതിനകത്തുനിന്ന് ഒരു അടി പുറകോട്ടില്ല. ശരിയല്ലേ? ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. എല്ലാവരെയും കാണാം. ഒരു വർഷം കഴിയണം നമ്മൾ അറിയുന്നു കൂടെ. അതെ, എത്ര പെട്ടെന്നാ പോകുന്ന ഓരോ ദിവസങ്ങൾ. എങ്ങനെയുണ്ട്? എല്ലാവരെയും കണ്ടു തുടങ്ങിയോ? ജസ്റ്റ് വന്നതേ ഉള്ളൂ, എല്ലാവരെയും കണ്ടുവരുന്നതേ ഉള്ളൂ. അപ്പൊ ഭയങ്കര സന്തോഷം ഇങ്ങനെയുള്ള മീറ്റിൽ പങ്കെടുക്കാന്നുള്ളത്. ഇത് മോള് വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് വന്നു. നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ഞാൻ അവിടെ നിന്ന് 3 മണിക്ക് റെഡിയായി വന്നു അല്ലേ? എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ. എല്ലാവരും കാണുക. കമ്മിറ്റിയുടെ ഒരു സംഭവം അടിപൊളിയായിട്ട് കമ്മിറ്റി പോകുന്നു. അതിന്റെ ഒക്കെ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ആഗ്രഹിച്ച കുടുംബസംഗമം നടത്തി ഈ കമ്മിറ്റി. പിന്നെ ഇപ്പൊ ചാനലുകളിലൂടെ എല്ലാം നിറഞ്ഞു നിന്ന് കണ്ടോണ്ടിരിക്കല്ലേ ഡെയിലി. അപ്പൊ പിന്നെ കാണാത്ത പ്രശ്നമൊന്നുമില്ല. സന്തോഷം. ഓക്കെ, ബൈ. താങ്ക് യു. ഞാൻ ഇന്നലെ നന്ദിച്ചേട്ടൻ്റെ വേറെ ഡ്രസ്സാണ്. ഇന്ന് ഞാൻ ഡ്രസ്സ് കണ്ടതേ എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്ദിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ചേട്ടാ, ഒരു വർഷം കഴിഞ്ഞ് അടുത്ത ജനറൽ ബോഡി വർഷങ്ങൾക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഇപ്പൊ എത്ര വർഷമായി നിങ്ങളിവിടെ ഇത് പുറത്ത് കൊടുത്തു തുടങ്ങി? 4 വർഷം. അതല്ല, നിങ്ങൾ ചെയ്തു തുടങ്ങി എത്ര നാളായി? 4 വർഷം. 4 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് എന്നെ വിളിച്ച് ഇവിടെ കയറ്റിയത്. അയ്യോ, ഇങ്ങനെ മിസ്സായി പോണ ചേട്ടാ, ഒന്നും വിചാരിക്കില്ല കേട്ടോ. സത്യം പറയണം, ഫസ്റ്റ് ടൈമാണ്. സത്യം പറഞ്ഞ നിങ്ങളുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്ന ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, നിങ്ങൾ എല്ലാ സിനിമാക്കാരുടെ നമുക്കൊരു ഇന്റർവ്യൂ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ ഒരു സ്റ്റാഫ് എന്നെ വിളിച്ചു. ആ ഒരു കുട്ടി എന്താ മറ്റേ സിമിയാണെന്ന് തോന്നുന്നു, തട്ടമിട്ട്. അത് വേറെ അല്ല, നിങ്ങളുടെ കൂടെ ഉള്ള കുക്കറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ 2 പ്രാവശ്യം വിളിച്ചിട്ട് സമയമൊന്നും കറക്റ്റ് ആവുന്നില്ല. ഞാൻ ആ സമയത്ത് ഷൂട്ടിംഗ് ഒക്കെ ആയിരുന്നു, പിന്നെ നടന്നില്ല. ചേട്ടാ, ഒത്തിരി രഞ്ജിതന്റെ ഒക്കെ ജീവിതകാലത്തിൽ ഈ അമ്മയുമായിട്ട് സഹകരിച്ചു പോയി. അമ്മയ്ക്കൊരു പ്രതിസന്ധി ഉണ്ടായി. അതിൽ നിന്നൊക്കെ കരകയറി കുടുംബ സംഘത്തോടുകൂടി അമ്മയുടെ ഒരു തിരിച്ചുവരവ്, ഒരാർജവം, അത് ജനറൽ ബോഡിയിലേക്ക് എത്തിയിരിക്കുന്നു.
എങ്ങനെയാണ് നന്ദിച്ചേട്ടാ ഓർക്കുന്നത്? ഈ പ്രശ്നം എന്നൊക്കെ പറയുന്നത് എന്താ പറയുന്നത്, അത് നാട്ടുകാരും മീഡിയയും എല്ലാം ഭയങ്കരമായിട്ട് അതിനെ ഹൈപ്പ് ഇത് ചെയ്തതാണ്. അല്ലാതെ നമ്മളെല്ലാം സാധാരണ എല്ലാവരും മനുഷ്യർ തന്നെയാണ്. പക്ഷേ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, കുറച്ച് സെലിബ്രിറ്റി എന്നുള്ള ഒരു സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് കുറച്ചത് കൂടുതലായിട്ട് പറയുന്നു. ഈ നല്ലതും ചീത്തയായിട്ടുള്ള ആൾക്കാർ എല്ലാ സ്ഥലത്തും ഇല്ലേ? അതെ അതെ, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളിൽ കൂടെ പോകാന്നുള്ളതാണ്. എപ്പോഴും എല്ലാം നന്നായിരിക്കില്ലല്ലോ, ഒരിക്കലും ഇല്ല. അപ്സ് ആൻഡ് ഡൗൺസ്, ദാറ്റ് ഇസ് ലൈഫ്. പഴയ സിനിമകളൊക്കെ പ്രേക്ഷകർക്ക് എന്നും ഇഷ്ടപ്പെടുന്ന നന്ദിയേട്ടൻ്റെ പഴയ സിനിമകൾ അത് ഇപ്പോഴത്തെ തലമുറയോട് കൂടി ഇപ്പോൾ അഭിനയിക്കുന്നു. അത് പ്രേക്ഷകർ എന്നും ഇഷ്ടപ്പെടുന്നതാണ്. പ്രൊഡ്യൂസറായും ഡയറക്ടറായും ചേട്ടനെയൊക്കെ തേടി വരുന്നത് പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ഉണ്ട്. ഒരു ഭാഗ്യം, അത്രേ ഉള്ളൂ. നമ്മൾ കഴിയുന്നതും കാലം വൃത്തിയായിട്ട് നിൽക്കുക, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക, മര്യാദയ്ക്ക് ജീവിക്കുക, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം നമ്മൾ തുടർന്ന് നമ്മളെ കൊണ്ടാവുന്നത് വരെ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് നമുക്കറിയാവുന്ന തൊഴിൽ, നമുക്കറിയാവുന്ന ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അറിയാത്ത ചില മേഖലയിലൊക്കെ കൈവച്ചിട്ട് കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇത് തന്നെയാണ് അഭിനയം. ഈവൻ ഡയറക്ഷനിലോട്ട് പോലും തൽക്കാലം പോകാൻ താല്പര്യമില്ല. അഭിനയം കുറേ നാൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ ഇരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഐഡിയ വന്നതാണ്. പക്ഷെ കിട്ടുന്ന വേഷങ്ങൾ ചെയ്യുക, അതിനെ വൃത്തികേടാകാതെ നല്ല രീതിയിൽ ആരും കണ്ടിട്ട് മോശമായി പടം കൊള്ളില്ല, പക്ഷെ നീ നന്നായിരുന്നു എന്നെങ്കിലും പറയുന്ന ഒരു അവസ്ഥയിലെങ്കിലും എത്തണം. നമ്മൾ പടം എല്ലാ പടങ്ങളും ഓടണം എന്നാണ് ആഗ്രഹം. പക്ഷെ ചില പടങ്ങൾ ഓടാറില്ല. അതിൽ പോലും നമ്മൾ ചെയ്ത ഭാഗം വൃത്തിയായിരുന്നു ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ എന്ന് പറയുന്നത്. അത് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഇനിയും ഒത്തിരി സിനിമകൾ ചെയ്യണം. ഞങ്ങൾ പ്രേക്ഷകർ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ആ കാലഘട്ടത്തിലുള്ള സിനിമകളെ കണ്ടു വളർന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. എനിക്ക് ഒരേ സിനിമയിൽ ലാലേട്ടനായിട്ടുള്ള ആ കോമ്പിനേഷനൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന സിനിമ നമ്മളെ കാറിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് വന്ന സിനിമയുടെ പേരെനിക്ക് ഫ്ലൈസ്. അത് ഓർക്കുമ്പോൾ നമുക്ക് ചിരി വരും. അതൊക്കെ ഇപ്പം ചില ആളുകൾ ചെയ്യുന്നു. ആ കാലഘട്ടത്തിൽ സിനിമയാണ്. അങ്ങനത്തെ സിനിമകൾ എന്തായാലും ഒത്തിരി സന്തോഷം. എന്ന് ചേട്ടാ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പഴയ ആളുകളെ കാണുന്നു, പുതിയ ആളുകളാണ്. ഇന്നിപ്പം ജഗതിച്ചേട്ടൻ വരുന്നുണ്ട്. അതൊക്കെ ഒരു സന്തോഷമാണ് നമുക്ക്. 15 വർഷത്തിന് ശേഷം ജഗതിച്ചേട്ടൻ വരുന്നു. നിങ്ങളൊക്കെ എത്രയോ ഒരുമിച്ചുള്ള അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ എല്ലാ ഓർമ്മകളോടും കൂടി ഇനിയും ഒത്തിരി ഉയരങ്ങൾക്ക് എത്തണം ചേട്ടാ. കേട്ടോ, താങ്ക് യു. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Torupura.